കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഇത് വിശമാർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. കഴുകൻ തൻ്റെ കൂടനയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഇസ്രായേൽ ജനത്തെ എങ്ങനെയാണ് ദൈവം പരിപാലിച്ചത് എന്ന് പറയുന്നൊരു ഭാഗമാണ് ഈ വാക്യം. ഈ രണ്ട് വാക്യങ്ങൾക്കകത്ത് നിന്ന് രണ്ട് ചിന്തകൾ നമ്മൾ മനസ്സിലാക്കും. ഒന്ന്, ഇസ്രായേൽ ജനത്തെ എങ്ങനെയാണ് ദൈവം പരിപാലിച്ചത് എന്ന് പറയുന്നതിന് ഒരു കാര്യം എന്തുവാ? കഴുകൻ തൻ്റെ കൂടനയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ വെച്ചു. അപ്പോൾ കഴുകൻ തൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണോ പരിപാലിക്കുന്നത്, അങ്ങനെ ദൈവം തൻ്റെ ചിറകിനകത്ത് ഇസ്രായേൽ ജനത്തെ വഹിച്ച് അവരെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി. ഒരു വർഷമോ 2 വർഷമൊന്നും അല്ലല്ലേ, 40 വർഷം ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ദൈവം വഹിച്ചു എന്നുള്ളതാണ്. അവരെ നടത്തി. അടുത്ത് പറയുന്ന വാചകം ശ്രദ്ധിക്കണം, അവരെ തനിയെ നടത്തി. സ്തോത്രം. അവരോടുകൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. എന്തുവാ? ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ജാതികളോ മറ്റു വിഷയങ്ങൾ അവർക്ക് കൂട്ടുണ്ടായിരുന്നില്ല. അവരെ സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരെ ചുറ്റിലുള്ള സകല രാജ്യങ്ങളും ശത്രുക്കളായി മാറി രാജാക്കന്മാർക്ക് അവരെതിരെ തിരിഞ്ഞു. ആ തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ഇടവന്നു. ഇതെല്ലാം സംഭവിച്ചതിൻ്റെ പ്രധാന കാരണം ദൈവം അവരെ തനിയെ നടത്തി എന്നുള്ളതാണ്. എന്ന് ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ നടത്തിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾ ഏകയായി ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, ഒരുപക്ഷെ നിൻ്റെ കുടുംബം ഒറ്റപ്പെട്ടതായിരിക്കാം, നീ എന്ന വ്യക്തി ഒറ്റപ്പെട്ടു പോയിരിക്കാം, നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകൾ ആരും കൂടെയില്ലെന്നുള്ള ചിന്തകൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും തലങ്ങളുണ്ടെങ്കിൽ ഭാരപ്പെട്ടു പോകരുത്. ഇസ്രായേൽ ജനത്തെ തനിയെ നടത്തിയ ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ തനിയെ നടത്തി നിങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നോട് കൂടെയുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്, നമ്മോട് കൂടെയുണ്ട്. ഭാരപ്പെട്ടു പോകേണ്ട, തളർന്നു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട. ദൈവത്തിൻ്റെ കരുതലും കൃപയും നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളെയും തൃക്കരങ്ങൾ തരികയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.